നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില സന്തോഷകരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ അനുഗ്രഹത്താൽ ചില സൗഭാഗ്യങ്ങൾ കടന്നു വരാൻ പോവുകയാണ്. അതേക്കുറിച്ചാണ് ഈ സന്ദേശത്തിലൂടെ മനസ്സിലാക്കാനായി പോകുന്നത്. ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിലൂടെ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം സാധ്യമാകാൻ പോവുകയാണ് എന്ന് കാണുന്നു. ഇപ്പോൾ വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഏതൊരു കാര്യമാണോ നടക്കണം അഥവാ സാധ്യമാകണം എന്ന ആഗ്രഹം, അതിയായ ആഗ്രഹം നിങ്ങൾക്കുള്ളത് എങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് കടന്നു വരാനായി പോവുകയാണ്, സാധ്യമാകാൻ പോവുകയാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതേക്കുറിച്ച് ഭഗവാൻ എന്ത് സന്ദേശമാണ് നൽകാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തികൾ നിങ്ങൾക്ക് നൽകുവാൻ അഥവാ നിങ്ങൾ അറിയണം എന്ന കാര്യവുമായി ബന്ധപ്പെട്ട വീഡിയോയാണ് ഇനി പരാമർശിക്കുന്നത്. അതിനാൽ മുഴുവനായി തന്നെ ഈ വീഡിയോ കാണുവാൻ ഏവരും ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ തന്നെ നിങ്ങളുമായിട്ട് അഥവാ നിങ്ങളുടെ ജീവിത സാഹചര്യമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും നിങ്ങൾ എടുക്കുവാനായി ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ സന്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വത്തിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവത, നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി ആരാണോ ആ ദേവതയുടെ നാമം കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾക്ക് അവസാനം ഉണ്ടാകാനായി പോകുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ തന്നെ മാറിക്കിട്ടണം അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിരത നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അത്തരത്തിലുള്ള ചില ആഗ്രഹങ്ങളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരുക. നിങ്ങളുടെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയിൽ അല്പമൊരു പുരോഗതി വന്നു ചേരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി അല്ലെങ്കിൽ ഒരു തൊഴിൽ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ധനപരമായ ഉയർച്ചയാകാം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മാറ്റങ്ങൾ വന്ന് ചേരാവുന്നതാണ്. പലപ്പോഴും പല തടസ്സങ്ങൾ മൂലവും നിങ്ങൾ വിചാരിച്ചതായ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ മാർഗത്തിൽ എന്ത് തടസ്സമാണോ നിങ്ങൾക്കുള്ളത് അത് മാറിക്കിട്ടുന്നതിലൂടെ ധനം അല്ലെങ്കിൽ സമ്പത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതുമാകാം. അത്തരത്തിലും കാണുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് വ്യക്തികൾ നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നു. നിങ്ങളിൽ പലർക്കും അത്തരത്തിലൊരു സഹായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും കാണുന്നതാണ്. അതിനാൽ എന്തു തന്നെയാണ് എങ്കിലും നിലവിലുള്ള മോശം സാമ്പത്തിക സ്ഥിതിയിൽ അല്പം ആശ്വാസം നിങ്ങൾക്ക് വന്നു ചേരാനായി പോകുന്നതായി കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ മനഃപൂർവ്വം പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും ചില വ്യക്തികൾ മറച്ചു പിടിക്കുന്നതായ സാഹചര്യമുണ്ട്. പലർക്കും അത്തരം ചില സാഹചര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ സ്നേഹത്തോടെ നിന്ന ആളുകൾ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് നിങ്ങളോട് അകലം പാലിക്കുന്നതായ സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കുക, നിങ്ങളോട് സംസാരിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അത്തരത്തിൽ ശ്രമിക്കുന്നതായ ഒരു സാഹചര്യം ഉള്ളതായി കാണുവാൻ സാധിക്കുന്നു. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൽ ഒരു വ്യക്തത വന്ന് ചേരേണ്ടത് അനിവാര്യമാണ്. അതിന് നിങ്ങൾക്ക് സാധിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിൽ പല ചോദ്യങ്ങളുമുണ്ട്, എന്നാൽ ഉത്തരം ലഭിക്കാത്തതായ സാഹചര്യം. അത് നിങ്ങൾക്ക് പലവിധ വീഴ്ചകൾക്കോ വിഷമങ്ങൾക്കോ കാരണമായി തീരുന്നു. അതിലാണ് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുക. പല വ്യക്തികളെക്കുറിച്ചും പല സാഹചര്യത്തെക്കുറിച്ചും നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾക്ക് കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ധാരണ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നു. അതുപോലെ തന്നെ
നിങ്ങളിപ്പോൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും അവിടെ സ്നേഹവും ബഹുമാനവും അംഗീകാരവും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നിങ്ങൾക്ക് എത്തിച്ചേരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് കാണുന്നു. ഇപ്പോൾ തൊഴിലിടത്തിൽ പല വിധത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, വിഷമതകൾ നേരിടുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. ഈ തൊഴിൽ തന്നെ അവസാനിപ്പിക്കണം, മറ്റൊരു തൊഴിൽ നേടാം എന്നുപോലും ചിന്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ പലരും എന്നതാണ് വാസ്തവം. അപ്പോൾ അത്തരം വ്യക്തികളുടെ എനർജി ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ സാഹചര്യത്തിലേക്ക് ചില മാറ്റങ്ങൾ വന്ന് ചേരുന്നതായാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കുന്ന, നിങ്ങളെ പ്രശംസിക്കുന്ന, നിങ്ങളെ ബഹുമാനിക്കുന്ന അത്തരം ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം പുച്ഛിക്കുന്നതായ ചില വ്യക്തികൾ, അവർക്ക് മാനസാന്തരം വന്നു ചേരുവാനുള്ള സാധ്യതകളുമുണ്ട്. നിങ്ങളിലേക്ക് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായി വന്നു ചേരാൻ പോകുന്നു. അതിന് പലരുടെയും സഹായം, പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് കാണുന്നു. അതുപോലെ തന്നെ പലപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്കാണ്. നിങ്ങളെ മനസ്സിലാക്കുവാൻ കൂടെ ആരുമില്ല എന്ന ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. അത്തരത്തിലുള്ള വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പലരും നിങ്ങളെ മനസ്സിലാക്കുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് എന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നതായ സാഹചര്യവുമുണ്ട്. നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ധാരാളം വ്യക്തികൾ ഉണ്ടായിരിക്കാം. പക്ഷേ അവരിൽ നിന്നൊക്കെ ഒരു അകലം പാലിച്ചു നിൽക്കാനാണ് നിങ്ങൾ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് എന്നതാണ് വാസ്തവം. അപ്പോൾ അത്തരം വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഒരു സന്ദേശം എന്തെന്നാൽ, നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നതാണ് വാസ്തവം. പക്ഷെ അവരെ അറിയുവാൻ പലപ്പോഴും നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നതും വാസ്തവം തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളിലുള്ള പല പ്രശ്നങ്ങൾ മൂലവും ഒറ്റയ്ക്കിരിക്കാനായിരിക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് എന്ത് തന്നെയാണ് എങ്കിലും അത് നിങ്ങൾക്ക് ചുറ്റുമുള്ള, നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ആളുകളുമായി പങ്കുവയ്ക്കാനാണ് നിങ്ങൾ ശ്രമിക്കുക. അവരുമായിട്ട് കൂടുതൽ സംസാരിക്കാനും അടുത്ത് ഇടപഴകുവാനുമൊക്കെ ശ്രമിക്കുക. തീർച്ചയായും അവരുടെ വാക്കുകളും അവരുടെ സാമീപ്യവും നിങ്ങൾക്ക് ഒരു ആശ്വാസം നൽകുന്നതായിരിക്കാം. കൂടാതെ നിങ്ങളുടെ ചിന്താഗതിയിൽ പല വിധത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാനായി നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്നും അകലം പാലിച്ചിരിക്കുന്നതാണ് നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല എന്ന തോന്നൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തോന്നുവാനുള്ള സാധ്യത നിങ്ങളിൽ ഉണ്ടാക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ, ചുറ്റുമുള്ള സാഹചര്യത്തെ അറിയുവാനും സ്നേഹിക്കുവാനും ശ്രമിക്കുക എന്നുള്ള ഒരു സന്ദേശം കൂടി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നു. അതേപോലെ തന്നെ ഉള്ളിൽ നല്ല ധൈര്യമുണ്ട് എങ്കിലും അത് പുറത്തേക്ക് കാണിക്കുവാൻ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ മടിക്കുന്ന വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുന്നുണ്ട്. എല്ലാവരുമല്ല, നിങ്ങളിൽ ചില വ്യക്തികൾ അത്തരം മനോഭാവമുള്ളവരാണ് എന്ന് കാണുന്നു. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കണക്കുകൂട്ടലുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നും നിങ്ങൾക്കുണ്ട്. പക്ഷെ അത് പ്രാവർത്തികമാക്കുവാനായി നിങ്ങൾ മടി കാണിക്കുന്നു എന്ന കാര്യവും ഇവിടെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. പ്രാവർത്തികമാക്കുവാനുള്ള ധൈര്യം, ക്ഷമ അല്ലെങ്കിൽ ചില സംശയങ്ങൾ നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്നും കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അത്തരം രീതിയിലുള്ള വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ അത്തരം വ്യക്തികൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്തെന്നാൽ, നമ്മുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാനായി ഒരിക്കലും നിങ്ങൾ മടി കാണിക്കേണ്ടതില്ല എന്നാണ്. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായ സാഹചര്യം നിങ്ങൾക്കില്ല. അങ്ങനെ മറ്റുള്ളവരെ എപ്പോഴും നിങ്ങൾ ആശ്രയിക്കുകയാണ് എങ്കിൽ അവർ എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കണം എന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ധൈര്യത്തെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നാണ് ഭഗവാൻ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെ പ്രാവർത്തികമാക്കുവാനായി ശ്രമിക്കുക.
അതേപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും മാത്രം നിലനിർത്തി പോകാനായി ഒരിക്കലും ഒരു വ്യക്തിക്കും സാധിക്കുന്നതല്ല. സങ്കടങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ നേരിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് സങ്കടം വന്നു ചേരുന്നു. സാഹചര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ദൈവിക ശക്തിയെ മുറുകെ പിടിക്കണം എന്നാണ് കാണുന്നത്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അതായത് മനസ്സുരുക്കി തന്നെ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു, ചില കടമ്പകൾ അവസാനിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. ചില കാര്യങ്ങൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. കൂടാതെ സന്തോഷകരമായ, മനസ്സിന് വളരെയധികം ആനന്ദം നൽകുന്നതായ പല വാർത്തകളും പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നതായി കാണുന്നുമുണ്ട്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായി തന്നെ ഇരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. എല്ലാ കാര്യങ്ങളിലും ശുഭകരമായ പ്രതീക്ഷകൾ നിങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയെ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ സന്ദേശം ഇപ്രകാരമാണ്. ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ പോസിറ്റീവായി തോന്നുന്നത് മാത്രം നിങ്ങൾ എടുക്കുവാൻ ശ്രമിക്കുക. അല്ലാത്തതായ പല കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയുക. പോസിറ്റീവായി തന്നെ ഇരിക്കണം. എപ്പോഴും പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുക.